وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അത് കൂട്ടമായി സംഘടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളതാണ്. ഏതൊരു വിഷയത്തിനും ഇസ്ലാമിൽ അതിൻ്റേതായ പ്രമാണങ്ങളും അടിസ്ഥാനങ്ങളും ഉണ്ട്. അതനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്കേവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്, ഒറ്റക്കുള്ള പ്രവർത്തനങ്ങളെക്കാൾ കൂട്ടമായി സംഘം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് തീർച്ചയായും ഫലം ചെയ്യും. അതോടൊപ്പം വ്യക്തികളിൽ സ്വാധീനം ഉണ്ടാക്കുവാനും സാധിക്കും. എന്നു മാത്രമല്ല, ഐക്യത്തിനും കൂട്ടായ്മക്കും ഒരു പ്രത്യേകമായ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാമിലെ ഏതൊരു പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇപ്പം നമസ്കാരം, അത് ഒറ്റക്കുള്ളതിനേക്കാൾ കൂടുതൽ ഇസ്ലാം പ്രാധാന്യം നൽകുന്നതും കൽപ്പിക്കുന്നതും പ്രോത്സാഹിക്കുന്നതും ജമാഅത്തായി നിർവഹിക്കാനാണ്. അതേപോലെ തന്നെ സകാത്ത്, അത് സംഘടിതമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ്. അങ്ങനെ നമ്മൾ സാധാരണ നിർവഹിക്കാറുള്ള ഉദ്ഹിയ്യത്താകട്ടെ, ജുമുഅയാകട്ടെ, ഹജ്ജാകട്ടെ, മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഒറ്റക്ക് ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ചില പ്രത്യേകതകളും പരിഗണനകളും പ്രാധാന്യങ്ങളും ഇസ്ലാം മനുഷ്യൻ്റെ കൂട്ടായ്മക്ക് ആ ഒരു സംഘടിതമായ രീതിക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ഒറ്റക്ക് യാത്ര പോകരുത്. അവിടെ ഒരു 3 ആളുകളെങ്കിലും വേണമെന്നാണ്. എന്നിട്ട് അതിൽ ഒരാളെ നിങ്ങൾ അമീറാക്കി, നേതാവാക്കി നിശ്ചയിക്കണം. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് പരാതി പറയാ, പ്രവാചകരെ, ഭക്ഷണം എത്ര കഴിച്ചാലും വിശപ്പ് മാറിയതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ ഒറ്റക്കാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൂട്ടമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അതിലൊരു ബർക്കത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ പരിഗണനയും ബർക്കത്തും ലഭിക്കുന്ന ഒരു കാര്യമാണ് കൂട്ടായ്മ എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ പലയിടങ്ങളിൽ നമ്മൾ ഒന്നിക്കണമെന്നും സംഘടിക്കണമെന്നും പറയുന്ന അതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്ന ഒട്ടനവധി ആയത്തുകളുടെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറയണ്ടായി, ഇമാം തുർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനോടൊപ്പം നിൽക്കണം, നിങ്ങൾ സംഘത്തോടൊപ്പം നിൽക്കണം. വയ്യാക്കും വൽ ഫുർഖ, ഭിന്നിപ്പുകളെ നിങ്ങൾ സൂക്ഷിക്കണം, ഒറ്റക്ക് മാറി നിൽക്കരുത്. ഞാൻ ഒറ്റക്കിരുന്നാൽ എന്നെ പിശാച് പിടികൂടും. ഒന്നിച്ചു കഴിയുമ്പോഴോ കൂട്ടുകാരൊത്ത്, ആളുകളൊത്ത് ഇത്തരം ദഅവ സംരംഭങ്ങളിലും പ്രബോധന മേഖലകളിലുമൊക്കെ കൂടിച്ചേർന്ന് സഹകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാചിന് വല്ലാതെ സമീപിക്കാൻ കഴിയൂല. ഇപ്പം ഇതിനൊന്നും വരാതെ വീട്ടിലിരിക്കുന്ന, റൂമിലിരിക്കുന്ന, ഹോസ്റ്റലിൽ തനിച്ചിരിക്കുന്ന ആളെയായിരിക്കും പിശാച് പിടികൂടുക, നിങ്ങളിലേക്കല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഇന്ന ശൈത്വാന മഅൽ വാഹിദി, ശൈത്താൻ പിശാച് കൂടുക, അവൻ കൂടെ നടന്ന് പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരിക്കുക, അത് ഒരാളുടെ കൂടെയാണ്, ഒറ്റക്കുള്ളവൻ്റെ കൂടെയാണ്. വഹുവ മിനൽ ഇസ്നൈനി അബ്അദ്, പിശാച് 2 പേരിൽ നിന്ന് അകലെയാണ്. അതുകൊണ്ട് മൻ അറാദ ബുഹബൂഹത്തൽ ജന്ന ഫൽയൽസമിൽ ജമാഅ, സ്വർഗം ആഗ്രഹിക്കുന്നവൻ
അവിടുത്തെ സുഖങ്ങളും സന്തോഷങ്ങളും ആഗ്രഹിക്കുന്നവനും ജമാഅത്തിനോടൊപ്പം ഒന്നിച്ച് ഒരു സംഘത്തോടൊപ്പം നിൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, വകൂനു മഅസ്വാദിഖീൻ, വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്ന സത്യസന്ധവാന്മാർ ആരാണോ അവരോടൊപ്പം നിൽക്കണം. അങ്ങനെ ചേരാനും ബന്ധപ്പെടാനും ഒന്നിക്കാനും അങ്ങനെ ജീവിക്കുവാനുമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യദുല്ലാഹി മഅൽ ജമാഅ, അള്ളാഹുവിൻ്റെ സഹായമുള്ളത്, അള്ളാഹുവിൻ്റെ കൈ ഉള്ളത് മഅൽ ജമാഅ, അത് ജമാഅത്തിനോടൊപ്പമാണ്, സംഘത്തോടൊപ്പമാണ്. ഇങ്ങനെ ഐക്യത്തിനും ഒന്നിക്കലിനും ഇസ്ലാം പ്രാധാന്യം നൽകി. അതോടൊപ്പം നിങ്ങൾ ഛിദ്രതയിൽ അകപ്പെട്ടു പോകരുത്, ഭിന്നിക്കരുത് എന്നുള്ള നിലക്കുള്ള ശക്തമായ താക്കീതും ഖുർആൻ നൽകുന്നുണ്ട്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖു, സൂറത്തു ആലി ഇംറാനിലെ 103-ാമത്തെ ആയത്താണ്. നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹുവിൻ്റെ പാശമാകുന്ന ദീനിനെ, ഇസ്ലാമിനെ, റബ്ബിൻ്റെ ആദർശത്തെ, അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന വഴികാട്ടിയായ വിശുദ്ധ ഖുർആനിനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തുകളെ അതിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖു, ഭിന്നിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, ഇന്നല്ലദീന ഫറഖു ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ, ദീനിനെ ഭിന്നിപ്പിക്കുകയും ദീനിന്റെ വിഷയത്തിൽ ഛിന്ന ഭിന്നമാവുകയും ചെയ്ത ആളുകളുണ്ട്, അവരുമായി പ്രവാചകരെ നിങ്ങൾക്ക് ബന്ധമില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരുടെ കാര്യം അല്ലാഹുവിങ്കലേക്കാണ്. തുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. സൂറത്തുൽ അൻആമിലെ 159-ാമത്തെ വചനം. അല്ലാഹു തആല വീണ്ടും പഠിപ്പിക്കുന്നു, അത്തിഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല, നിങ്ങൾ ഛിന്ന ഭിന്നമാകുവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ തമ്മിൽ തർക്കിക്കുവാനും ഭിന്നിക്കുവാനും തുടങ്ങിയാലോ ഫതഫ്ശലു വതദ്ഹബ റീഹുകും, നിങ്ങൾ പരസ്പരം ഛിന്ന ഭിന്നമാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോകും എന്ന് മാത്രമല്ല വതദ്ഹബ റീഹുകും, നിങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു മഹിമയുണ്ട്. മുസ്ലിങ്ങൾ, അവരുടെ കൂട്ടായ്മ, അവരുടെ ആദർശം, അവരുടെ പ്രമാണം എന്ന നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്കുള്ള ഒരു മഹത്വവും മഹാത്മ്യവുമുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകും. വസ്ബിറൂ ഇന്നല്ലാഹ മഅസ്വാബിരീൻ, ക്ഷമിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അതേപോലെ അല്ലാഹു തആല പറയുന്നു, വലാ തകൂനു കല്ലദീന തഫറഖൂ, പരസ്പരം ഭിന്നിച്ചവരെ പോലെ, വേർപിരിഞ്ഞവരെ പോലെ നിങ്ങൾ ആകുവാൻ പാടില്ല. വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാതു വഉലൈക ലഹും അദാബുൻ അളീം, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും കിട്ടിയ ശേഷം ഭിന്നിച്ചു പോയ അഹ്ലുൽ കിതാബുകാരുണ്ട്, തമ്മിൽ പറഞ്ഞുകൊണ്ട് വേർതിരിഞ്ഞു പോയ ആളുകളുണ്ട്, അവരെ പോലെ നിങ്ങൾ ആകരുത്. അങ്ങനെ ആയാൽ വഉലൈക ലഹും അദാബുൻ അളീം, വമ്പിച്ച ശിക്ഷയാണ് അവർക്കുള്ളത്. അപ്പോൾ ഒന്നിക്കണം, നിങ്ങൾ കൂട്ടമായി പ്രവർത്തിക്കണം, അങ്ങനെയാണ് വേണ്ടത്. ഭിന്നിക്കരുത്, ഛിദ്രത ഉണ്ടാകരുത് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അല്ലാഹു തആല നമ്മോട് നമ്മുടെ ജീവിത ശൈലിയെക്കുറിച്ച് പഠിപ്പിച്ചു. ഇസ്ലാമിക പ്രബോധന രംഗത്തും ഈ ഒരു കൂട്ടായ്മ വേണം. അതിനാണ് സാധാരണ നമ്മൾ സംഘടന എന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ സംഘടന ഉണ്ടായാലേ ദഅവത്ത് നടക്കൂ എന്ന അർത്ഥത്തിൽ അല്ല. നമ്മുടെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക ഭരണ വ്യവസ്ഥ അല്ല ഇവിടെയുള്ളത്. ഇപ്പം സൗദി അറേബ്യയിലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലും അവിടെ ഇസ്ലാമിക പ്രബോധനവുമായി നടത്തേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യും. ഓരോ സ്റ്റേറ്റുകളിലും അതിൻ്റെ കീഴിലുള്ള ഓരോ ജില്ലകളിലും പണ്ഡിതന്മാരെ നിശ്ചയിച്ച് അവർക്ക് ശമ്പളം കൊടുത്ത് അവിടെ എന്ത് പഠിക്കണം, എന്ത് പഠിപ്പിക്കണം, എന്ത് വിശദീകരിക്കണം എന്ന് കൃത്യമായി നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഔഖാഫുകളും ഇസ്ലാമിക മതപ്രബോധന വ്യവസ്ഥകളും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിലതില്ല. പിന്നെ എന്തേ ഉള്ളൂ ഇസ്ലാമിക പ്രബോധനം നടക്കാൻ മാർഗം? നമ്മളേ ഉള്ളൂ. നമ്മൾ ഒന്നിക്കണം, നമ്മൾ കൂട്ടമാകണം, നമ്മൾ സംഘമാകണം. എന്തിനാ? പരസ്പരം സഹകരിക്കാൻ, ഒരാൾ മറ്റൊരാളോട് നിർദ്ദേശിക്കാൻ, അത് ഒരു സ്ഥലത്ത് നടപ്പിലാക്കാൻ. മാത്രവുമല്ല ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. ഒരാൾക്ക് നല്ലപോലെ അറിയാം എഴുതാൻ, ഒരാൾക്ക് നല്ലപോലെ പ്രസംഗിക്കാൻ അറിയാം, ഒരാൾക്ക് വാചാലമായി സംസാരിക്കാൻ അറിയാം, ഒരാൾക്ക് മറ്റൊരു വ്യക്തിയുമായി നല്ലപോലെ അഭിമുഖീകരിക്കാൻ അറിയാം. ഈ കഴിവുകളെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഇവരൊരു കൂട്ടമായി ഇറങ്ങിയാൽ
ഒരു സ്ഥാപനത്തിൽ, ഒരു സ്കൂളിൽ, ഒരു കോളേജിൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രബോധനത്തെക്കാൾ കൂടുതൽ സ്വാധീനങ്ങളും കൂടുതൽ ഫലവും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അത് നമ്മൾ ആ നിലയ്ക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഇസ്ലാമികമായി മനസ്സിലാക്കുക തന്നെ വേണം. അല്ലാഹു തആല ദീനിന്റെ കാര്യം പറഞ്ഞത്, പ്രബോധനത്തിന്റെ വിഷയം പറഞ്ഞത് ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ളുഹും ഔലിയാഉ ബഅ്ളിൻ. മുഅ്മിനീങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും, പുരുഷന്മാരും സ്ത്രീകളും അവർ തമ്മിൽ ഔലിയാക്കൾ, മിത്രങ്ങളാണ്. എന്താ അവരുടെ സ്വഭാവം? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ കൽപ്പിക്കുന്നവരായിരിക്കും, തിന്മ വിരോധിക്കുന്നവരായിരിക്കും. ഒന്നിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അള്ളാഹു പറയാ, ദഅവത്തുമായി ബന്ധപ്പെട്ട മേഖല പരസ്പരം ചേർന്നുകൊണ്ടായിരിക്കണം. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനം, വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിൽ നിങ്ങൾ സഹകരിക്കണം. നിങ്ങളൊന്ന് വരണം, എനിക്കൊരാളെ കാണാനുണ്ട്, അയാളുമായി സംസാരിക്കുവാനുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോകാനുണ്ട്, അവിടെ ഒരു CD കൊടുക്കാനുണ്ട്, ദീനി ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്ന ഭാഗത്ത് ഇന്ന ആളുകൾ വരുന്നുണ്ട്, അവരുമായി കുറച്ച് നമുക്ക് ഇസ്ലാമുമായ ചർച്ച നടത്താനുണ്ട്. ഇത് തന്നെ കൂട്ടായ്മ എന്ന് പറയാം. പക്ഷെ അതൊരു ഔദ്യോഗികമായ രീതിയിലേക്ക് പോകുമ്പോൾ ചിലപ്പം അതിൻ്റെ സംഘാടകരുണ്ടാകും, പ്രസിഡന്റ് ഉണ്ടാകും, സെക്രട്ടറി ഉണ്ടാകും. അതൊക്കെ ഒരു ഭൗതികപരമായ സംവിധാനങ്ങൾ മാത്രമാണ്, മതവിഷയങ്ങളിൽ ഉള്ള കയ്യേറ്റം അല്ല. അപ്പൊ അല്ലാഹു തആല പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വാ. നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. തിന്മയിൽ സഹകരിക്കുവാനും പാടില്ല. ഞാൻ ആദ്യം ഓതി വെച്ച വചനം സൂറത്തുൽ ആലി ഇംറാനിലെ 104-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹ് പറയുന്നത് എന്താ? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ഉണ്ടാകണം, നിങ്ങളൊരു കൂട്ടമായി വരണം. എന്തിനാ? യഅ്മുറൂന ബിൽ മഅറൂഫ് യദ്ഊന ഇലൽ ഖൈർ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ തിന്മ വിരോധിക്കുന്ന ഒരു ഉമ്മത്താണ് നിങ്ങൾ, ഒരു കൂട്ടമാണ്, ഒരു സമുദായമാണ് നിങ്ങൾ, ഒറ്റയ്ക്ക് എന്നല്ല ഖുർആൻ പറയുന്നത്. അപ്പൊ ഈ സംഘടിതമായ ദഅവത്തിനാണ് ഇസ്ലാം പ്രാധാന്യവും അതോടൊപ്പം പ്രോത്സാഹനവും നൽകുന്നത്. സൂറത്തു ആലി ഇംറാനിലെ 110-ാമത്തെ ആയത്ത്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു ഏറ്റവും ഉത്തമ സമുദായം. ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങളെ കൊണ്ടുവന്നത് എന്തിനാ? നിങ്ങളുടെ മാത്രം ആവശ്യത്തിന് വേണ്ടിയല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ടവരാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, എന്താ നിങ്ങളുടെ സ്വഭാവം ആയിരിക്കേണ്ടത്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള കൂട്ടായ്മയെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഈ നിലക്ക് ഒരു നേതൃത്വം ആവശ്യമായി വരും. ആ നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കൽ ചിലപ്പോൾ ആവശ്യമായി വരും. അത് ഓരോ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും അനുസരിച്ച് കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ഒരു തിന്മയാണ് എന്നോ അതൊരു മോശമായ ശരിയല്ലാത്ത രീതിയാണ് എന്നോ പറയാനുള്ള അവകാശം നമുക്ക് ഒരിക്കലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാവേളയിൽ നിങ്ങൾ 3 പേര് പോവുകയും ഒരാളെ അമീറാക്കുകയും വേണം, നേതാവാക്കുകയും വേണം എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, ഫഔജബ തഅമീറൽ വാഹിദി ഫിൽ ഇജ്തിമാഇൽ ഖലീലിൽ ആരിദി ലിസ്സഫരി തൻബീഹൻ ബിദാലിക അലാ സായിരി അൻവാഇൽ ഇജ്തിമാഅ. ഒരു യാത്രയിൽ നിസ്സാരമായ കാര്യമാണ്, അതിനുപോലും 3 പേരുണ്ടെങ്കിലും ഒരാളെ അമീറാക്കി നേതാവാക്കി നിശ്ചയിക്കാം എന്നുള്ളത് നമുക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു നേതൃത്വവും ആ നേതൃത്വത്തെ അനുസരിക്കലും ആവാം എന്നതിനെ സൂചിപ്പിക്കുന്നു. വലി അന്നല്ലാഹ തആല ഔജബൽ അംറ ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അല്ലാഹ് നിർബന്ധമാക്കിയ കാര്യമാണ്. വലാ യതിമു ദാലിക ഇല്ലാ ബിഖുവത്തിൻ വ ഇമാറ, നേതൃത്വമില്ലാതെ പരസ്പര കൂട്ടായ്മയില്ലാതെ ശക്തിയില്ലാതെ അതൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഫതാവയുടെ സമാഹരണത്തിൽ 28-ാം വാള്യം 390-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ സംഘടിതമായ രീതിയുണ്ടല്ലോ, അത് അമ്പിയാക്കന്മാർ പോലും ഇഷ്ടപ്പെട്ടു. അമ്പിയാക്കന്മാർ പോലും അതിലാണ് ഗുണമുള്ളതെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൂടെയുള്ള ആളുകളോട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിലും സഹകരിക്കുവാനും ഒന്നിക്കുവാനും ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെട്ടത് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് നമ്മോട് പറയാ, നിങ്ങളും അങ്ങനെയാകണം. സൂറത്തു സൊഫിലെ 14-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കൂനൂ അൻസ്വാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ സഹായികളാകണം. ഇങ്ങനെ അള്ളാഹിൻ്റെ സഹായികളാകുക. അള്ളാഹ്ക്ക് നമ്മുടെ ആവശ്യമൊന്നുമില്ല.
നമ്മുടെ പണം അള്ളാഹ്ക്ക് ആവശ്യമില്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാൻ നിങ്ങൾ ഒന്നിച്ച് അവൻ്റെ സഹായികളായി മാറണം. ഏതുപോലെ കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ അനുയായികളോട് പറഞ്ഞു, റബ്ബിൻ്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹവാരിയുകൾ പറയുകയുണ്ടായി, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളുണ്ട് സഹായിക്കാൻ എന്ന് ഹവാരിയുകൾ ഈസാ നബിയോട് പറയുകയുണ്ടായി. അതേപോലെ വിശ്വാസികളെ അല്ലാഹു തആല നമ്മോട് പറയുകയാണ്, കൂനു അൻസാറുല്ലാഹ്, നിങ്ങളും അല്ലാഹുവിന്റെ സഹായികളാകണം, ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നർത്ഥം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, ഖാല മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചതിന്റെ അർത്ഥം ഐ മുഈനി ഫി ദഅവതി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദഅവത്തിന് എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന ഇതേ വിശദീകരണം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. പ്രവാചകൻ മദീനക്കാർ ഹജ്ജിന് വരുമ്പോൾ മക്കയിൽ പോയിട്ട് പറയാറുണ്ട്, റബ്ബിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഖുറൈശികൾ ഇതാ എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ പ്രവാചകൻ നടക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ പ്രവാചകന് സഹായിയായി കിട്ടിയത്, അവരുടെ ശക്തി ലഭിച്ചത്, പിന്നീട് ഹിജ്റയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായത്. മാത്രവുമല്ല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിറഔന്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ മൂസാ നബി പറഞ്ഞ പ്രാർത്ഥന ഖുർആനിലുണ്ട്. ഖാല റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖ്ഷ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി. എന്താ, അള്ളാഹുവേ എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ, നാവിൻ്റെ കെട്ട് അയച്ചു തരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ പറഞ്ഞത് എന്താ, എൻ്റെ സഹോദരൻ ഹാറൂനിനെ എനിക്ക് സഹായിയായി നീ നൽകണമേ. എന്തിനാ? ഉഷ്ദുദു ബിഹി അസ്രീം, എൻ്റെ നട്ടലിന് ബലം നൽകാൻ, എൻ്റെ ദഅവത്താകുന്ന ഈ ഉത്തരവാദിത്വത്തിലും എനിക്ക് ശക്തി പകരാൻ എൻ്റെ സഹോദരൻ ഹാറൂനിന് നൽകണേ. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ പറ്റാത്ത പല കാര്യങ്ങളും കൂടെ ആൾ വേറെ ഉണ്ടാകുമ്പോൾ സാധിക്കുമെന്നുള്ള ആ സംഘടിതമായ ശക്തിയുടെ ആവശ്യകതയും ഗുണവും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചറിഞ്ഞു. ഇതാണ് ലോകത്തെ സലഫി പണ്ഡിതന്മാരുടെ മുഴുവൻ വീക്ഷണവും. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, ഷെയ്ഖ് ഇബ്നു ഉസൈമിനെ പോലെയുള്ള, ഷെയ്ഖ് അൽ അൽബാനിയെ പോലെയുള്ള എല്ലാ പണ്ഡിതന്മാരും അവരുടെ എല്ലാം ഗ്രന്ഥങ്ങളിലൂടെയും വിശദീകരിച്ചു. ചോദ്യങ്ങൾക്ക് മറുപടിയായിക്കൊണ്ട്, ഫത്വകളായിക്കൊണ്ട്, ഇനി ഒന്നുമില്ലാതെ തന്നെ ഗ്രന്ഥം എഴുതിയപ്പോൾ അവരൊക്കെ പറയണ്ടായി എന്ത്, അന്ന ഇഖാമത ജമാഅത്തിൻ സലഫിയത്തിൻ വാളിഹത്തുൽ അഹ്ദാഫി ഇന്നമാ ഹിയ വസീലത്തുൻ ലിഖിദ്മത്തിദ്ദീൻ വൽ അമലി അലാ റിആയത്തി മസാലിഹിൽ മുസ്ലിമീന വതഖ്ദീമിൽ ഖൈരി ലഹും. മുസ്ലിംകളുടെ ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് സലഫി മൻഹജും പിന്നെ അതിൻ്റെ രീതികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥമായ വഴികളിലേക്ക് ക്ഷണിക്കുന്ന ഇത്തരം സംഘടനകളും സംവിധാനങ്ങളും അത് നന്മയാണ്, അത് ആവശ്യമാണ്, അത് സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് അനിവാര്യമായി മറ്റും വരികയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ മുൻകാല പണ്ഡിതന്മാരെല്ലാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ എതിർത്തുകൊണ്ടോ അതിനെ എതിരെ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടും പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. അതായത് ഖുർആനിലൂടെ ഹദീസിലൂടെ മുൻഗാമികളായ ആളുകളുടെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടിതമായി നിർവഹിക്കാം എന്നുള്ളത്. സഹോദരന്മാർ, ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുവാനും ഒരു കാരണമുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ പ്രോഫ്കോൺ എന്ന പേരിൽ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം സമൂഹത്തിൽ ഒരു ഛിദ്രതയോ ഭിന്നതയോ ഉണ്ടാക്കി പ്രൊഫഷണൽ തലങ്ങളിൽ പഠിക്കുന്ന വലിയ വിദ്യാർത്ഥികൾ അവരൊന്നു വേറെ, ആർട്സ് ആൻഡ് സയൻസിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തരം താഴ്ന്നവർ അവരൊന്നു വേറെ, അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവരൊന്നു വേറെ എന്ന നിലക്ക് തരം തിരിക്കാനല്ല ഞങ്ങൾ ഇത്തരം ദൗത്യവുമായി ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, പ്രോഫ്കോൺ തുടങ്ങിയിട്ട് ഏതാണ്ട് 18 വർഷത്തോളം, ഇത് 18ാമത്തെ പ്രോഫ്കോണാണ് ആണല്ലോ. ഒരുപാട് വിദ്യാർത്ഥികളിലും അവരുടെ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും ആചാരങ്ങളിലും സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും എല്ലാം മാറ്റമുണ്ടാക്കാൻ ഈ ഒരു ദൗത്യം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ഇത് ജനങ്ങളെ വേർതിരിക്കലാണ്, വലിയവരെയും ചെറിയവരെയും തരംതിരിക്കലാണ്, ഇതൊരു കാറ്റഗറൈസ് ചെയ്യലാണ്, അതുകൊണ്ട് ഇത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് സലഫി പ്രബോധന രീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ മാറി നിന്നിട്ടുണ്ട്.
വേദനയോട് കൂടിയാണ് അത് നിങ്ങളെ അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരം പ്രോഫ്കോണിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ ശക്തിയുക്തം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന, ഞങ്ങളുടെ കൂടെ സഹായികളായിക്കൊണ്ട് ഉണ്ടായിരുന്ന പല പ്രവർത്തകരും ഇത് ഇസ്ലാമിക പ്രബോധന രീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന വേദനാജനകമായ ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാ വളണ്ടിയർമാരായിക്കൊണ്ട് ഒരുപാട് കുട്ടികൾ, ജാമിയത്തുൽ ഹിന്ദുൽ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികളും അതല്ലാത്ത മറ്റ് പല വളണ്ടിയർമാരും വെയിൽ കൊണ്ടും കഷ്ടപ്പെട്ടും ഓടി നടക്കുകയാണ്. 2-3 രാത്രികളിലായി അവർ ഉറങ്ങിയിട്ടില്ല. എന്തിനാ? ജനങ്ങളെ തരം തിരിച്ചിട്ട് ചെറിയ ആളുകളും വലിയ ആളുകളും എന്നിങ്ങനെ വേർതിരിച്ച് അതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളാനല്ല, മറിച്ച് എന്താണ് ഇസ്ലാം എന്നറിയാത്ത, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എന്തെന്നറിയാത്ത, ഉമ്മയോടും വാപ്പയോടും പെരുമാറേണ്ടത് എങ്ങനെ എന്ന് പഠിച്ചിട്ടില്ലാത്ത, കഞ്ചാവും മയക്കുമരുന്നും കള്ളുമായി നടക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ നന്നാക്കുക, സത്യം പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തകന്മാരും ഈ പ്രബോധകന്മാരും ഈ പണ്ഡിതന്മാരും ഈ പാവങ്ങളായ നല്ല നല്ല കുട്ടികളും ഓടി നടക്കുന്നത്. അതല്ലാതെ സമൂഹത്തിൽ ഒരു കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ചില ആളുകളെ വലിയവരും ചില ആളുകളെ ചെറിയവരുമാക്കി തരം തിരിക്കാൻ വേണ്ടി അല്ല എന്നുകൂടി സാന്ദർഭികമായി നിങ്ങൾ മനസ്സിലാക്കണമെന്നും സ്നേഹത്തോടു കൂടി ഉപദേശിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവ് കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ ക്ഷണിക്കുന്നു. അറബി കോളേജിലെ കുട്ടികൾക്ക് എപ്പോഴാണ് ഒഴിവ് കിട്ടുന്നത് അപ്പോൾ അവരെ ക്ഷണിക്കുന്നു. മാത്രവുമല്ല അറബി കോളേജിലെ കുട്ടികളെ നിങ്ങളുടെ കൂടെ ഇരുത്താൻ പറ്റൂല. എന്തുകൊണ്ടാ? അവർക്ക് ബേസിക്കായ ചില അറിവുകളുണ്ട്. അപ്പോൾ അതിനപ്പുറം അവർക്ക് കൊടുത്താൽ മതി. അവരുടെ കൂടെ എടുക്കുന്ന, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ എല്ലാം ഇവിടെ പറയേണ്ടത്. കാരണം അവർക്കറിയാത്തൊരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പലതും അറിയാത്തതുണ്ട്. അപ്പം നിങ്ങൾക്ക് അടിസ്ഥാനം മുതൽ തുടങ്ങണം. രണ്ടും ഒന്നിച്ച് പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇത്തരം വേർതിരിവുകളും മറ്റുമൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ളത്. അല്ലാതെ ജനങ്ങളെ വേർതിരിക്കാം, വലിയവരാക്കുക, ചെറിയവരാക്കുക എന്നുള്ള ഒരു ചിന്തയോ അങ്ങനെ ഒരു ആഗ്രഹമോ നമുക്കില്ല. ആ നിലക്കുള്ള കുപ്രചരണം പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലാരും പെട്ടുപോകരുത്. അതേപോലെ തന്നെ സാമ്പത്തികമായി ഒരുപാട് ചെലവ് വരുന്നു എന്നുള്ളതാണ് ശരിയാണ്. അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ ചിലപ്പോൾ നമുക്ക് കോടികൾ വേണ്ടി വന്നു എന്ന് വരാം. ഒരു സഹോദരൻ, ഒരു സഹോദരി തൻ്റെ ചിറുക്കിൽ നിന്ന് തൗഹീദിലേക്ക് വന്നാൽ മതി, സുന്നത്തിലേക്ക് ബിദ്അത്തിൽ നിന്ന് വന്നാൽ മതി, നമ്മുടെ പ്രബോധനം വിജയിച്ചു. അള്ളാഹിന്റെ മാർഗത്തിലും മലയോളം നിങ്ങൾ ചിലവഴിച്ചാലും അതൊരിക്കലും ധൂർത്താവുകയില്ല, അതൊരിക്കലും തിന്മയാവുകയില്ല. അതേ സ്ഥാനത്ത് ഇവിടെ ഒരു ഡാൻസുകാരിയെ, ഒരു പാട്ടുകാരിയെ കൊണ്ടുവന്ന് 10 രൂപ നിങ്ങൾ ചിലവഴിച്ചാൽ അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണം അധർമ്മമാണ്, തിന്മയാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. അല്ല, അള്ളാഹിന്റെ ദീന് പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ നിങ്ങൾ ചിലവഴിച്ചാലും മലകളോളം ചിലവഴിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ദീനിന്റെ മാർഗത്തിലാണ് പറഞ്ഞു വരുന്നത്. ദീനി പ്രബോധനം നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ്. എല്ലാവരും ഒന്നിക്കുക, കൂട്ടായ്മയോടുകൂടി പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ഒന്നിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ സ്ഥാപനങ്ങളിലും ദീനിന്റെ പ്രചാരണം നടക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.